ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സിവിൽ ഫോക്കസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോക്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. എക്സാമിന് എപ്പോഴും വരുന്നൊരു പോർഷനാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ്. അപ്പോൾ ഇത് ബേസിക്കലി 3 ടൈപ്സാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗെയിൻ വെൽക്കം ടു സിവിൽ ഫോക്കസ്. Classification of rocks basically 3 types ആണ്: ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അതിൽ ജിയോളജിക്കൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റമോർഫിക് റോക്സ്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ അത് സ്ട്രാറ്റിഫൈഡ് റോക്സ്, അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ആൻഡ് ഫോളിയേറ്റഡ് റോക്സ്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ സിലീഷ്യസ് റോക്സ്, അർജിലേഷ്യസ് റോക്സ് ആൻഡ് കാൽക്കേരിയസ് റോക്സ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗം എപ്പോഴും ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഇതിൽ നമുക്ക് മാറിപ്പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ്. നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിൽ തന്നെ ആദ്യത്തെ ഒരു കാറ്റഗറിയാണ് ഇഗ്നിയസ് റോക്സ്. അപ്പോൾ ഈ ഒരു ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത് മാഗ്മ കൂൾ ചെയ്താണ് ഈ ഒരു ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയുടെ അകത്തുള്ള മാഗ്മ കൂൾ ചെയ്ത് ഫോം ചെയ്യുന്ന റോക്സാണ് ഇഗ്നിയസ് റോക്സ്. ഇത് 3 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: പ്ലൂട്ടോണിക് റോക്സ്, ഹൈപ്പർബൈസൽ റോക്സ് ആൻഡ് വോൾക്കാനിക് റോക്സ്. അപ്പോൾ എന്താ പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയുന്നത്? നമ്മൾ ഭൂമിയുടെ അകത്തേക്ക്, അതായത് ഡെപ്തിലേക്ക് ഒരു മാഗ്മ കൂൾ ചെയ്ത് ഫോം ചെയ്യുന്ന റോക്സ് ആണെങ്കിൽ അത്തരത്തിലുള്ള റോക്കുകളെയാണ് പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയാം. ഇത് ബേസിക്കലി ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രാനൈറ്റ് ആണ് ഇതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ അത് കോസ്റ്റ്ലി ഗ്രൈൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിൽ നോട്ട് ചെയ്യേണ്ടത്. ഗ്രാനൈറ്റ് ആണ് ഇതിൻ്റെ എക്സാമ്പിൾ. പ്ലൂട്ടോണിക് റോക്സിൻ്റെ കൺസിഡറബിൾ ഡെപ്തിലായിരിക്കും ഈ ഒരു മാഗ്മ കൂൾ ചെയ്ത് ഫോം ചെയ്യുന്നത്. അത്തരത്തിലുള്ള റോക്സിനെയാണ് പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്രാനൈറ്റ്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഹൈപ്പർബൈസൽ റോക്സ്. അപ്പോൾ ഈ ഒരു ഇഗ്നിയസ് റോക്സിൽ 3 എണ്ണം, അതിൽ സെക്കൻഡ് വണ്ണാണ് ഹൈപ്പർബൈസൽ റോക്സ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് അത്യാവശ്യം ഷാലോ ഡെപ്തിലാണ്. എർത്ത് സർഫസിൽ നിന്ന് ഒരു ഷാലോ ഡെപ്തിലാണ് ഈ ഒരു മാഗ്മ കൂൾ ചെയ്ത് റോക്സ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരത്തിലുള്ള റോക്സിനെയാണ് ഹൈപ്പർബൈസൽ റോക്സ് എന്ന് പറയാം. ഇത് പൊതുവെ ഫൈൻലി ഗ്രൈൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും. ആദ്യത്തേത് കോസ്ലി ഗ്രൈൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ, ഇത് ഫൈൻലി ഗ്രൈൻഡ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ്. ഇതിൻ്റെ എക്സാമ്പിൾ ഡോളറൈറ്റ് ആണ്. അപ്പോൾ ആ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഡോളറൈറ്റ് ആണ് ഹൈപ്പർബൈസൽ റോക്സിൻ്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് തേർഡാണ് വോൾക്കാനിക് റോക്സ്. അപ്പോൾ ഈ ഒരു റോക്സിൻ്റെ പ്രത്യേകത, ഇത് എർത്ത് സർഫസിൽ തന്നെയായിരിക്കും ഈ ഒരു റോക്സ് മാഗ്മ കൂൾ ചെയ്ത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണ് പ്ലൂട്ടോണിക് നല്ല കൺസിഡറബിൾ ഡെപ്തിലായിരിക്കും. ഒരു ഹൈപ്പർബൈസൽ റോക്ക് എന്ന് പറയുന്നത് ഒരു ഷാലോ ഡെപ്തിലായിരിക്കും. ഈ വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത് എർത്ത് സർഫസിലായിരിക്കും മാഗ്മ കൂൾ ചെയ്ത് ഫോം ചെയ്യുന്നത്. ദേ പോസസ് ഫൈൻലി ഗ്രൈൻഡ് സ്ട്രക്ചർ. ഇതും ഫൈൻലി ഗ്രൈൻഡ് സ്ട്രക്ചർ ആയിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾ ബസാൾട്ട് ആണ്. അപ്പോൾ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഫസ്റ്റ് പ്ലൂട്ടോണിക് റോക്സിൻ്റെ എക്സാമ്പിൾ ഗ്രാനൈറ്റ്, ഹൈപ്പർബൈസൽ റോക്സിൻ്റെ എക്സാമ്പിൾ ഡോളറൈറ്റ് ആൻഡ് വോൾക്കാനിക് റോക്സിൻ്റെ എക്സാമ്പിൾ ബസാൾട്ട്. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ സെക്കൻഡ് കാറ്റഗറിയാണ് സെഡിമെൻ്ററി റോക്സ്. അപ്പോൾ സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്സ് ഒക്കെ പ്രീ എക്സിസ്റ്റിംഗ് ചെയ്യുന്ന ഇഗ്നിയസ് റോക്സ് എല്ലാം വെതറിങ്, അതായത് പൊടിഞ്ഞ് ഡെപ്പോസിറ്റ് ചെയ്ത് ലെയേഴ്സ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന റോക്സിനെയാണ് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് റോക്സ് ആർ ഫോം ബൈ ദി ഡെപ്പോസിഷൻ ഓഫ് പ്രൊഡക്ട്സ് വെതറിങ് ഓൺ ദ പ്രീ എക്സിസ്റ്റിംഗ് റോക്സ്. ഇഗ്നിയസ് റോക്സ് നമ്മൾ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇഗ്നിയസ് റോക്സിൻ്റെ വെതറിങ് സംഭവിച്ച് ലെയേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്ന റോക്സിനെയാണ് സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. ഇത് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പല രീതിയിൽ. അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് റെസിഡ്യുവൽ ഡെപ്പോസിറ്റ്, സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്, കെമിക്കൽ ഡെപ്പോസിറ്റ്, ഓർഗാനിക് ഡെപ്പോസിറ്റ്. അപ്പോൾ ഇതിൽ റെസിഡ്യുവൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ പൗഡറായിട്ട് വെതറിങ് സംഭവിച്ച് അതേ സ്ഥലത്ത് തന്നെയാണ് റോക്സ് വീണ്ടും ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് റെസിഡ്യുവൽ ഡെപ്പോസിറ്റ് എന്ന് പറയാം. സെഡിമെൻ്ററി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഏജൻസ് വഴി
ഫാർ പ്ലേസിലേക്ക് ചെന്ന് അത് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ റോക്ക് ഫോം ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള റോക്സാണ് സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്. കെമിക്കൽ ഡെപ്പോസിറ്റ് കെമിക്കൽ ഏജൻറ്റ്സ് വഴി ഈ ഒരു വെതറിങ് സംഭവിക്കുകയാണെങ്കിൽ, ഓർഗാനിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ബേർഡ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർഗാനിക് ഏജൻറ്റ് വഴി ഒരു വെതറിങ് സംഭവിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ളതാണ് സെഡിമെൻ്ററി റോക്സിൻ്റെ ഒരു പല രീതിയിലുള്ള ഡെപ്പോസിറ്റ് ചെയ്ത് ഫോം ചെയ്യുന്നതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ നമുക്ക് എക്സാമിന് എപ്പോഴും വരിക ഇതിൻ്റെ എക്സാമ്പിളാണ്, അതായത് സെഡിമെൻ്ററി റോക്സിൻ്റെ എക്സാമ്പിൾ ഏതാണെന്നുള്ളത് നോട്ട് ചെയ്യുക. ഗ്രേവൽ, ജിപ്സം, സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, ചോക്ക് ആൻഡ് കൻകർ. അപ്പോൾ ഗ്രേവലും ജിപ്സവും സാൻഡ്സ്റ്റോണ്, ലൈംസ്റ്റോണ്, ചോക്ക്, കൻകർ, ഇത്രയും എക്സാമ്പിൾസ് വളരെ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് മാറിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് എക്സാമ്പിൾസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഗ്രേവൽ, ജിപ്സം, സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, ചോക്ക് ആൻഡ് കൻകർ. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ തേർഡ് വൺ ആണ് മെറ്റമോർഫിക് റോക്സ്. അപ്പോൾ മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത് ഓൾറെഡി പ്രീ എക്സിസ്റ്റ് ചെയ്യുന്ന റോക്സിന് എന്തെങ്കിലും അതിൻ്റെ ക്യാരക്ടറിൽ ചേഞ്ചസ് വരികയാണ്, ഹീറ്റ്, പ്രഷർ, ടെമ്പറേച്ചർ, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്താൽ അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റോക്സിന് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റോക്സിനെയാണ് മെറ്റമോർഫിക് റോക്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ മെറ്റമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റമോർഫിസം ഈസ് ദി പ്രോസസ് ഓഫ് ചേഞ്ചിങ് ദ ക്യാരക്ടർ. And the rocks which are formed by changing the character of pre-existing rocks when it's subjected to heat, pressure, etc. are called metamorphic rocks. അപ്പോൾ ഇത് തന്നെ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. തേർമൽ മെറ്റമോർഫിക്, കാറ്റക്ലാസ്റ്റിക് മെറ്റമോർഫിക്, ഡൈനാമോ തേർമൽ മെറ്റമോർഫിക് ആൻഡ് പ്ലൂട്ടോണിക് മെറ്റമോർഫിക്. ഈ ഒരു 4 എന്തൊക്കെ പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ചേഞ്ചസ് സംഭവിക്കുന്നത്. ഫസ്റ്റ് വൺ തേർമൽ മെറ്റമോർഫിക്. അത് ഹീറ്റാണ് പ്രിഡോമിനൻറ്റ് ഫാക്ടർ. ഹീറ്റ് കാരണം അതിൽ റോക്സിന് ചേഞ്ചസ് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള റോക്സിനെയാണ് തേർമൽ മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുക. രണ്ടാമത്തത് അതിൽ പ്രഷറാണ് കാരണമെങ്കിൽ, അതിൽ ചേഞ്ചസ് സംഭവിക്കുന്നത് പ്രഷർ കാരണത്താൽ ആണെങ്കിൽ അത്തരത്തിലുള്ള റോക്സിനെയാണ് കാറ്റക്ലാസ്റ്റിക് മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഡൈനാമോ തേർമൽ മെറ്റമോർഫിക്. ഇതിൽ ഹീറ്റും അതുപോലെ തന്നെ സ്ട്രെസ്സും ഒരുപോലെ വരികയാണെങ്കിൽ അത്തരത്തിലുള്ള റോക്സിനെയാണ് ഡൈനാമോ തേർമൽ മെറ്റമോർഫിക്. ഹീറ്റും സ്ട്രെസ്സിൻ്റെയും കൂടെ കോമ്പിനേഷൻ വരുന്നത് വഴി അതിൽ ക്യാരക്ടറിൽ റോക്സിൻ്റെ ക്യാരക്ടറിൽ ചേഞ്ചസ് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള റോക്സാണ് ഡൈനാമോ തേർമൽ മെറ്റമോർഫിക് റോക്സ്. അടുത്തത് പ്ലൂട്ടോണിക് മെറ്റമോർഫിക് ആണ്. ചേഞ്ചസ് കോസ്ഡ് ബൈ യൂണിഫോം പ്രഷർ ആൻഡ് ഹീറ്റ്. യൂണിഫോം പ്രഷറും ഹീറ്റും വഴിയാണ് അതിൽ റോക്സിന് ചേഞ്ചസ് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള റോക്സിനെയാണ് പ്ലൂട്ടോണിക് മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ എക്സാമിന് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരിക ഇതിൻ്റെ എക്സാമ്പിളാണ്. മെറ്റമോർഫിക് റോക്സിൻ്റെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. മാർബിൾ, ക്വാർട്സൈറ്റ്, ലാറ്ററൈറ്റ്, സ്ലേറ്റ് ആൻഡ് നീസ്. ഇതിൽ മാർബിൾ എപ്പോഴും വരുന്നതാണ്. മാർബിൾ, സ്ലേറ്റ്, നീസ്, ഈ എക്സാമ്പിൾസ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മാർബിൾ, ക്വാർട്സൈറ്റ്, ലാറ്ററൈറ്റ്, സ്ലേറ്റ് ആൻഡ് നീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് മെറ്റമോർഫിക് റോക്സ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. ഫിസിക്കലി ഇത് 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിൻ്റെ ബേസിസിലാണ്? റോക്സിൻ്റെ സ്ട്രക്ചറിനനുസരിച്ചാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഫിസിക്കലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്ട്രാറ്റിഫൈഡ് റോക്സ്, സെക്കൻഡ് വൺ അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ആൻഡ് തേർഡ് വൺ ഫോളിയേറ്റഡ് റോക്സ്. അപ്പോൾ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത് ഇതിനൊരു പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കും. നമുക്കൊരു ഈസിലി അത് സ്പ്ലിറ്റ് ചെയ്യാൻ അതിനൊരു പ്ലെയിൻ ഉണ്ടായിരിക്കും. അതിനെയാണ് സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയാം. These rocks have plane of stratification and they can be easily split along this plane. ആ ഒരു പ്ലെയിനിലൂടെ നമുക്ക് ഈസിലി ആ ഒരു സ്റ്റോണിനെ ആ ഒരു റോക്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോസിബിൾ ആയിരിക്കും. അത്തരത്തിലുള്ള റോക്സിനെയാണ് ആ ഒരു ക്ലാസിഫിക്കേഷനാണ് സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ ആൻഡ് ഷെയിലാണ്. അപ്പം അടുത്ത കാറ്റഗറിയാണ് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ്. ഇതിന് ഈ ഒരു റോക്സ് പൊതുവെ ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ ഗ്രാനുലാർ, കോമ്പാക്റ്റ് ഗ്രാനുലാർ ആ ഒരു സ്ട്രക്ചർ ആയിരിക്കും ഈ ഒരു അൺസ്ട്രാറ്റിഫൈഡ് റോക്സിന് ഉണ്ടാവുക. അതിനൊരു പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കില്ല. അതിൻ്റെ എക്സാമ്പിൾ ഗ്രാനൈറ്റ്, മാർബിൾ, ട്രാപ്പ് എന്നിവയാണ് ഇതിൻ്റെ എക്സാമ്പിൾ അൺസ്ട്രാറ്റിഫൈഡ് റോക്സിൻ്റെ. ഇതിലെ തേർഡ് വൺ ആണ് ഫോളിയേറ്റഡ് റോക്സ്.
But these rocks have a tendency to split up in a definite direction only. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഡയറക്ഷനിൽ മാത്രമായിരിക്കും. അത്തരത്തിലുള്ള റോക്സ് ആണ് ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നീസ്, ഷിസ്റ്റ്, സ്ലേറ്റ് എന്നിവയാണ്. അപ്പോൾ ഒരു എക്സാമ്പിളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. സ്ട്രാറ്റിഫൈഡ്, ഫിസിക്കലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സ്ട്രാറ്റിഫൈഡ് റോക്സ്, അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ആൻഡ് ഫോളിയേറ്റഡ് റോക്സ്. സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഹാവ് പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ക്യാൻ ഈസിലി സ്പ്ലിറ്റ് അലോങ് ദിസ് പ്ലെയിൻ. ആ ഒരു പ്ലെയിനിലൂടെ ഈസിലി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ ആൻഡ് ഷെയിൽ. അടുത്ത കാറ്റഗറി അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ആണ്. ഇതിന് ക്രിസ്റ്റലൈൻ, ഗ്രാനുലാർ, കോമ്പാക്റ്റ് ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ ഗ്രാനൈറ്റ്, മാർബിൾ, ട്രാപ്പ്. ഇനി ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ മാത്രമേ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള റോക്സ് ആണ് ഫോളിയേറ്റഡ് റോക്സ്. നീസ്, ഷിസ്റ്റ് ആൻഡ് സ്ലേറ്റ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഫോളിയേറ്റഡ് റോക്ക്. ഈ ഒരു റോക്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഫൈനൽ ക്ലാസിഫിക്കേഷനാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓർ എൻജിനീയറിംഗ് ക്ലാസിഫിക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിൽ ചേഞ്ചസ് എപ്പോഴും വരുന്ന സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിൽ 3 ടൈപ്പാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: സിലീഷ്യസ് റോക്സ്, അർജിലേഷ്യസ് റോക്സ് ആൻഡ് കാൽക്കേരിയസ് റോക്സ്. അപ്പോൾ ഫസ്റ്റ് സിലീഷ്യസ് റോക്സ് എന്താണെന്ന് നോക്കാം. ഇതിൽ സിലിക്ക ആയിരിക്കും പ്രിഡോമിനൻ്റ് ആയിട്ട് ആ റോക്സിൽ കണ്ടൻറ്റ്. അപ്പോൾ ഇൻ ദിസ് ടൈപ്പ് ഓഫ് റോക്സ് സിലിക്ക ഈസ് പ്രിഡോമിനൻറ്റ്. അതിൻ്റെ എക്സാമ്പിൾ നോട്ട് ചെയ്യുക: ഗ്രാനൈറ്റ്, ക്വാർട്സൈറ്റ് ആൻഡ് സാൻഡ്സ്റ്റോൺ. സാൻഡ്സ്റ്റോൺ, ക്വാർട്സൈറ്റ്, ഗ്രാനൈറ്റ് എന്നിവയാണ് ഈ ഒരു സിലീഷ്യസ് റോക്സിൻ്റെ എക്സാമ്പിൾ. അതിൽ സിലിക്ക ആയിരിക്കും പ്രിഡോമിനൻറ്റ് കണ്ടൻറ്റ്. സെക്കൻഡ് വൺ ആണ് അർജിലേഷ്യസ് റോക്സ്. ഇതിൽ അർജിൽ അല്ലെങ്കിൽ ക്ലേ ആണ് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്. അത്തരത്തിലുള്ള റോക്സിനെയാണ് അർജിലേഷ്യസ് റോക്സ് എന്ന് പറയുന്നത്. ലാറ്ററൈറ്റ്, സ്ലേറ്റ്, ഷെയിൽ എന്നിവയാണ് ഈ ഒരു അർജിലേഷ്യസ് റോക്സിൻ്റെ എക്സാമ്പിൾ. ലാറ്ററൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ലാറ്ററൈറ്റ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. അതുപോലെ സിലീഷ്യസ് റോക്സിൻ്റെ എക്സാമ്പിൾ ഗ്രാനൈറ്റ് എപ്പോഴും വരാറുണ്ട്. അർജിലേഷ്യസ് റോക്സിൽ ലാറ്ററൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്ലേറ്റ്, ഷെയിൽ ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് അർജിലേഷ്യസ് റോക്സ്. അതിൽ ക്ലേ ആണ് പ്രിഡോമിനൻറ്റ് ഫാക്ടർ. ആൻഡ് ദി ഫൈനൽ വൺ ഈസ് കാൽക്കേരിയസ് റോക്സ്. കാൽക്കേരിയസ് റോക്സ് എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആയിരിക്കും അതിൽ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. സോ ലൈം കണ്ടൻറ്റ് കൂടുതൽ. ലൈം സ്റ്റോൺ, മാർബിൾ, ചോക്ക് എന്നിവയാണ് ഈ ഒരു കാൽക്കേരിയസ് റോക്സിൻ്റെ എക്സാമ്പിൾസ്. അപ്പം ഈ ഒരു കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ മറ്റൊരു പേര് എൻജിനീയറിംഗ് ക്ലാസിഫിക്കേഷൻ. നോട്ട് ചെയ്യുക: കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓർ എൻജിനീയറിംഗ് ക്ലാസിഫിക്കേഷൻ. അതിൽ 3 ടൈപ്സ് ആണ്: സിലീഷ്യസ് റോക്സ്, അർജിലേഷ്യസ് റോക്സ് ആൻഡ് കാൽക്കേരിയസ് റോക്സ്. സിലീഷ്യസ് റോക്സ് എന്ന് പറയുന്നത് സിലിക്ക ആയിരിക്കും പ്രിഡോമിനൻറ്റ് ഫാക്ടർ. അർജിലേഷ്യസ് റോക്സ് എന്ന് പറയുന്നത് അർജിൽ അല്ലെങ്കിൽ ക്ലേ ആയിരിക്കും പ്രിഡോമിനൻറ്റ് ഫാക്ടർ. കാൽക്കേരിയസ് റോക്സ് എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആയിരിക്കും പ്രിഡോമിനൻറ്റ് ഫാക്ടർ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഇതിൻ്റെ ഒരു ടാബ്ല ഫോം ഉണ്ട്. നമ്മൾ പഠിച്ച എല്ലാ എക്സാമ്പിൾസും ഉള്ള ഫസ്റ്റ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ദെൻ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ദ ഫൈനൽ വൺ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.